ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ഹൗസിൽ കയറി വെറും 2 ആഴ്ചക്കുള്ളിൽ തന്നെ വലിയ തരംഗമായി മാറിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. തുടക്കത്തിൽ ജാസ്മിന് വലിയ രീതിയിൽ പ്രേക്ഷക പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഗബ്രിക്കൊപ്പം ചേർന്ന് ലവ് ട്രാക്ക് കളിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രേക്ഷകരിൽ നിന്നും ജാസ്മിന് നെഗറ്റീവ് കമന്റുകൾ ലഭിച്ചു തുടങ്ങിയത്. പലപ്പോഴും ജാസ്മിൻ ഗബ്രി കോംബോ അതിരുവിട്ട് പെരുമാറിയതായും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ജാസ്മിനെ അച്ഛൻ വിളിച്ചിരുന്നു. അസുഖവിവരം അറിയിക്കാനാണ് ജാസ്മിനെ പിതാവ് വിളിച്ചതെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത്. എന്നാൽ പിതാവിനോട് സംസാരിച്ച ശേഷം ജാസ്മിന്റെ പെരുമാറ്റവും ഗെയിമുമെല്ലാം അടിമുടി മാറി. ഗബ്രിയുമായുള്ള കോംബോയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും സ്വീകാര്യത ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ തരത്തിലാണ് ജാസ്മിന്റെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ ജാസ്മിന് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ഉപ്പ പറഞ്ഞു കൊടുത്തുവോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ട്. മാത്രമല്ല, ഹാർട്ടിന് ബ്ലോക്കുമായി അസുഖബാധിതനായി കഴിയുന്ന ജാസ്മിന്റെ പിതാവിനെ ബേക്കറിയിൽ വെച്ച് കണ്ടുവെന്നുള്ള ഓഡിയോ ക്ലിപ്പും പുറത്തുവന്നത് വിവാദമായിരുന്നു. കാരണം ഉപ്പയ്ക്ക് അസുഖം കൂടുതലായി ആശുപത്രിയിലാണെന്ന തരത്തിലാണ് ജാസ്മിൻ ഹൗസിലെ മറ്റ് അംഗങ്ങളോട് സംസാരിച്ചത്. ഇപ്പോഴിതാ താൻ മകളെ ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവാദങ്ങൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജാസ്മിന്റെ പിതാവ് ജാഫർ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിവി ഹിയർ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിവാദങ്ങളോട് ജാഫർ പ്രതികരിച്ചത്. ജാസ്മിന്റെ പിതാവിന്റെ വാക്കുകൾ ഇങ്ങനെ: അവളുടെ ഗെയിം കണ്ട് കുഴപ്പമൊന്നും തോന്നിയില്ല. അവൾ ആഗ്രഹിച്ചു കിട്ടിയതാണ് ആ അവസരം. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. തുടക്കത്തിൽ അവൾക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. എൻ്റെ മകളെ എനിക്ക് നന്നായി അറിയാം. അവൾ ഗെയിം സ്പിരിറ്റിൽ എടുത്തതാണ്. പിന്നെ ജനങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യില്ല. തെറ്റായിട്ട് തന്നെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പറയുന്നതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. കുറച്ച് ഓവറായതായി എനിക്കും തോന്നിയിട്ടുണ്ട്. തെറ്റായും തോന്നി. എനിക്ക് തോന്നിയ സ്ഥിതിക്ക് ജനങ്ങൾക്കും തോന്നാതിരിക്കില്ല. പിന്നെ എനിക്ക് എൻ്റെ മകളെ അറിയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ മോൾക്ക് ആൺസുഹൃത്തുക്കളുണ്ട്. വീട്ടിൽ വരുമ്പോഴും ദേഹത്തടിച്ചും പിടിച്ചുമൊക്കെ നടക്കാറുണ്ട്. അത് നമ്മൾ അത്ര കാര്യമാക്കാറില്ല. അവളുടെ ആൺസുഹൃത്തുക്കളെ എനിക്ക് നന്നായി അറിയാം. ഞാൻ തെറ്റിലേക്ക് പോകുന്നയാളല്ലെന്ന് അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓഡിയൻസ് നല്ല രീതിയിൽ എടുക്കുമെന്ന് കരുതിയാകും അവൾ ആ ഗെയിം കളിച്ചത്. കമന്റ് ബോക്സ് കണ്ടാൽ അറിയാം അത് ജനങ്ങൾ ഇടുന്നതല്ല, ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും വരുന്നതാണെന്ന്. മോൾക്ക് നെഗറ്റീവ് വരുന്നുണ്ടെന്നത് ശരിയാണ്. പക്ഷേ അതിൽ 60% ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നും വരുന്നതാണ്. ബാക്കി മാത്രമാണ് ജനങ്ങൾ ഇടുന്നത്. ജാസ്മിൻ ഓവറാണെന്ന് എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്. എൻ്റെ മകളാണെന്ന് കരുതി എല്ലാം ശരിയാണെന്ന് ഞാൻ പറയില്ല. തെറ്റ് തന്നെയാണ്. എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് ബിഗ് ബോസ് ടീം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് വയ്യായിക വന്നപ്പോൾ ഞാൻ വിളിച്ചത്. എനിക്ക് 2 മക്കളേയുള്ളൂ. അതുകൊണ്ട് മോളോട് സംസാരിക്കണമെന്ന് തോന്നി. കഴിഞ്ഞ ദിവസം വയ്യായിക വന്നപ്പോൾ ആശുപത്രിയിൽ പോയിരുന്നു. ഡോക്ടർ മരുന്ന് തന്നു. ബാക്കി ചെക്കപ്പുകൾ ചെയ്ത് ചൊവ്വാഴ്ച ആശുപത്രിയിൽ പോകും. അപ്പോൾ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. അസുഖത്തിന്റെ അവസ്ഥ മോളോട് പറഞ്ഞ ശേഷം നല്ലോണം ഗെയിം കളിക്കാനും ഞാൻ പറഞ്ഞു. താൻ കളിക്കുന്നത് അത്ത കണ്ടതുകൊണ്ടാണോ അസുഖം കൂടിയത് എന്ന ചിന്ത അവൾക്ക് വന്നോ എന്ന് അറിയില്ല. തെറ്റുണ്ടെങ്കിൽ അവൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാറുണ്ട്. ആദ്യം അറ്റാക്ക് വന്നപ്പോൾ പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിലാണ് പോയത്. അവിടെ വെച്ച് ഗുളിക തന്നിട്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പൊക്കോളാൻ പറഞ്ഞു. ഒരു സ്റ്റെപ്പ് നടത്തരുതെന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത്. എന്നിട്ടും നടന്ന് വണ്ടിയിൽ കയറിയ ആളാണ് ഞാൻ. എനിക്ക് വീണ്ടും ഒരു വയ്യായിക വന്നുവെന്ന് കരുതി ജംഗ്ഷനിലേക്കൊന്നും പോകാൻ പാടില്ലേ? ഓരോരുത്തർ ഇതൊക്കെ പടച്ചുവിടുന്നത് വ്യൂസിന് വേണ്ടിയാണ്. സീക്രട്ടായി ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. മകൾ തിരിച്ചു വന്നാൽ പൊന്നുപോലെ ഏറ്റെടുക്കാൻ ഞാനുണ്ട് എന്നാണ് ജാസ്മിന്റെ പിതാവ് പറഞ്ഞത്. ഓഡിഷന് പോയപ്പോൾ തങ്ങൾ ഗബ്രിയോട് മിണ്ടിയിട്ടില്ലെന്നും പാസ് ചെയ്തു പോകുന്നത് മാത്രമാണ് കണ്ടതെന്നുമാണ് ജാസ്മിന്റെ ഉമ്മ പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.